സ്റ്റാർ സിംഗർ സീസൺ 10ന്റെ 105ാമത് എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. ഈ എപ്പിസോഡിൽ കണ്ടസ്റ്റൻസിന് ഓരോരുത്തർക്കും ലഭിച്ച മാർക്സ്, അവർ പാടിയ പാട്ടുകൾ, പ്രത്യേകിച്ച് എന്തൊക്കെയാണ് നടന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ജഡ്ജസും മെൻറ്റേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് പൂനിലാമഴ പെയ്തിറങ്ങിയ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം ആലപിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, ഓഗസ്റ്റ് 30-നാണ് ഗ്രാൻഡ് ഫിനാലെ. ഫിനാലയോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 15 റൗണ്ട് മത്സരങ്ങൾ ഇന്ന് പൂർത്തിയാവുകയാണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണണേ. റോഡ് ടു ഫിനാലെ റൗണ്ടിൽ ആദ്യമായി പാടാനെത്തുന്നത് അർജുനാണ്. ജൂൺ 6 എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് അർജുൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. മഴയെ മഴയെ നേരിൻ തിരയെ എന്ന് തുടങ്ങുന്ന തമിഴ് ഗാനമാണ് അർജുൻ പാടുന്നത്. ഹരിഹരൻ സാർ പാടി മനോഹരമാക്കിയ ഈ ഗാനം ശരത് സാറിന്റെ ആദ്യത്തെ തമിഴ് ചിത്രമാണ്. ഇന്നലത്തെ വീഡിയോയിൽ അർജുന് 13 ഗോൾഡൻ സ്റ്റാർസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്, 14 ഉണ്ടായിരുന്നത്. മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിൽ പാടിയ ഈ പാട്ടിന് 99.8 മാർക്ക് നേടി അർജുൻ. 6ാമത് സ്ഥാനത്തുണ്ടായിരുന്ന അർജുൻ ഇതോടുകൂടി 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് റാങ്ക് ടേബിളിൽ. അടുത്തതായി പാടാനെത്തുന്നത് റോഡ് ടു ഫിനാലെ ഡ്യുയറ്റ് ചലഞ്ചിൽ വൈശാഖനും സൂര്യനാരായണനുമാണ്. കാട്ടുകുരങ്ങ് എന്ന പഴയകാല സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഗാനമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് പാടുന്നത്. നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തിവരും എന്ന് തുടങ്ങുന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് മത്സരിച്ച് പാടുന്നത്. ദാസേട്ടൻ അതിമനോഹരമായി പാടിവെച്ച BGM ഒന്നുമില്ലാത്ത ഈ ഗാനം വളരെ മികച്ച നിലവാരം പുലർത്തി. ഇത്തരം പാട്ടുകൾ ആധികാരികമായി പാടാൻ കഴിവുള്ള വൈശാഖൻ ഇതിൽ ഒരു പടി മുന്നിൽ നിന്നു. സൂര്യൻ അതിഗംഭീരമായി തന്നെ പാടി. ഈ പാട്ടിന് വൈശാഖന് ലഭിച്ചത് 99.9 മാർക്കാണ്. സൂര്യന് ലഭിച്ചത് 99.5 മാർക്കാണ്. 99.7 ഒക്കെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. റാങ്ക് പൊസിഷനിൽ 7ാം സ്ഥാനത്ത് നിന്നും വൈശാഖൻ നേരെ 4ാം സ്ഥാനത്തേക്കാണ് പോകുന്നത്. സൂര്യനാവട്ടെ 5ാം സ്ഥാനത്തേക്കാണ് പോകുന്നത് റാങ്ക് ടേബിളിൽ. മിക്കവരും തമ്മിൽ 1/2 മാർക്ക് 1 മാർക്കിൻ്റെയൊക്കെ ഡിഫറൻസേ ഉള്ളൂ ടോട്ടലിൽ. ഓരോരുത്തർക്കും ഇഷ്ടം പോലെ അവസരങ്ങൾ ലഭിക്കുന്നുമുണ്ട്. അടുത്തതായി പാടാനെത്തുന്നത് റോഡ് ടു ഫിനാലെ സോളോ ചലഞ്ചിൽ തീർത്ഥ സത്യനാണ്. കാക്ക കാക്ക എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് തീർത്ഥ പാടുന്നത്. ദൂതു വരുമ എന്ന ഗാനമാണ് തീർത്ഥ അതിമനോഹരമായി പാടിയത്. തീർത്ഥയുടെ എൻട്രി തന്നെ ഗംഭീരമായിരുന്നു. വളരെ കോൺഫിഡൻസോടു കൂടിയാണ് ഈ പാട്ട് തീർത്ഥ മുഴുവനായും പാടിയത്. സുനിത സാരഥി പാടിയ ഈ ഗാനം വളരെ മികച്ച രീതിയിൽ പാടി വേറെ ലെവൽ കൊണ്ടെത്തിക്കുകയായിരുന്നു തീർത്ഥ. ഒരുപാട് മോഡുലേഷൻസും ഈ പാട്ടിൽ കൊണ്ടുവന്നിരുന്നു. തീർത്ഥയുടെ ശബ്ദത്തിന്റെ ക്വാളിറ്റിയൊക്കെ വളരെ മികച്ചു നിന്നിരുന്നു. പാടി തീർന്നയുടൻ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഗോൾഡൻ ബസർ അടിക്കുകയായിരുന്നു. ഈ മികച്ച ഗാനത്തിന് ഒരു ഗോൾഡൻ സ്റ്റാർ ആണ് ലഭിച്ചത് തീർത്ഥയ്ക്ക്. 15 ഗോൾഡൻ സ്റ്റാർസ് ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 16ാമത്തെ ഗോൾഡൻ സ്റ്റാർ ആണ് തീർത്ഥയ്ക്ക് ലഭിച്ചത്. സാധികയാണ് തീർത്ഥയെ ട്രെയിൻ ചെയ്യുന്ന മെന്റർ. ശ്വേതയെ പോലെ തന്നെ വളരെ കഴിവുള്ളൊരു സിംഗറാണ് സാധികയും. ഇന്നത്തെ എപ്പിസോഡിൽ ക്യാഷ് പ്രൈസിൻ്റെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള വർമ്മ ഹോംസിൻ്റെ ടീമും എത്തിയിട്ടുണ്ട്. മികച്ച നിലവാരം പുലർത്തിയ ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. റാങ്ക് പൊസിഷനിൽ ഏറ്റവും അവസാനത്തായിരുന്നു തീർത്ഥ ഉണ്ടായിരുന്നത്. ഈ പാട്ടിൽ 100 ലഭിച്ചതോടുകൂടി 3ാം സ്ഥാനത്തേക്ക് എത്തുകയാണ് തീർത്ഥ. കൃഷ്ണശ്രീയുടെ മാർക്കുമായി നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ തീർത്ഥയുടേത്. 15 റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ ആയി തെരഞ്ഞെടുത്തിട്ടുള്ളത് തീർത്ഥയെ തന്നെയാണ്. 25,000 രൂപയാണ് തീർത്ഥയ്ക്ക് ലഭിക്കുക. ഇതോടൊപ്പം തന്നെ 5,000 രൂപയുടെ ഹൈലൈറ്റ് പെർഫോമർ ഓഫ് ദ ഡേ അവാർഡ് കൂടെ ലഭിക്കുന്നുണ്ട് തീർത്ഥയ്ക്ക്. ടോട്ടൽ 30,000 രൂപയാണ് തീർത്ഥയ്ക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നത്. ഇത് പക്ഷേ വൈശാഖന് കൊടുക്കാമായിരുന്നു. ഗോൾഡൻ മൊമെന്റ് ഓഫ് ദ വീക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അർജുൻ്റെ പാട്ടിനെയാണ്. ഡീറ്റെയിൽഡ് റാങ്ക് ലിസ്റ്റിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലെ കമൻസിൽ കൊടുക്കാം. ഇനി 1-2 റൗണ്ട് മത്സരങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.